This news is brought to you by ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ ചിറ്റാരിക്കാൽ കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഡിസംബർ 11 മുതൽ 18 വരെ ഭാഗവത സപ്താഹയജ്ഞം നടക്കും. ഡിസംബർ 18, 19, 20 തീയതികളിൽ ബ്രഹ്മശ്രീ ഇടമന ഇല്ലത്ത് ഈശ്വരൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മഹോത്സവവും നടക്കും. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെയും ക്ഷേത്ര മഹോത്സവത്തിൻ്റെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് സംഘാടകർ പ്രസ് മീറ്റ് വഴി അറിയിച്ചിരിക്കുകയാണ്. ചെയർമാൻ മീനാക്ഷി ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ NK സാലു, വൈസ് ചെയർമാൻ വത്സലൻ M, ക്ഷേത്ര ഗുരുസ്വാമി സജി KR, ഭക്ഷണ കമ്മിറ്റി പുരുഷൻ EK, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ പ്രമോദ് MV, മാതൃസമിതി പ്രസിഡന്റ് ശാന്ത ഗോപിനാഥ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കിഴക്കൻകാവ് കിരാതേശ്വര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 11 മുതൽ 18 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുകയാണ്. സപ്താഹയജ്ഞത്തിൻ്റെ യജ്ഞാചാര്യൻ മാങ്കുളം ഗോവിന്ദൻ മാഷാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇവിടെ ഉത്സവവും നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സംഘാടക സമിതി രൂപീകരിച്ചതിന് ശേഷം അടുക്കും ചിട്ടയോടുള്ള പ്രവർത്തനത്തിലാണ് ക്ഷേത്ര സംഘാടക സമിതി ഭാരവാഹികളും ക്ഷേത്ര പ്രസിഡൻറ്റും ഇതിൻ്റെ കൺവീനറായ ശ്രീ സാലു, അതുപോലെ ഇതിൻ്റെ ജനറൽ കൺവീനറായ ശ്രീ വത്സേട്ടൻ, മറ്റ് നമ്മുടെ സ്നേഹം നിറഞ്ഞ സജി. അപ്പോൾ അങ്ങനെ ഈ പ്രവർത്തനം എന്ന് പറയുന്ന ആദ്യമായിട്ട് നമ്മൾ സംഘാടക സമിതി ചേർന്നതിന് ശേഷം നമ്മൾ ടൈം ഷെഡ്യൂൾ വെച്ചിട്ടാണ് മാസങ്ങളിൽ പരിപാടി ആദ്യം സംഘടിപ്പിച്ചു. അപ്പോൾ 29 ജൂണിലാണ് നമ്മൾ ഈ സംഘാടക സമിതി രൂപീകരിക്കുന്നത്. 91ഓളം കമ്മിറ്റികൾ നമ്മൾ അതിലെടുത്തു കഴിഞ്ഞു. അതിൽ പബ്ലിസിറ്റി കമ്മിറ്റി, പ്രോഗ്രാം കമ്മിറ്റി, അതുപോലെ തന്നെ ഫുഡ് കമ്മിറ്റി, വളരെ പ്രാധാന്യമുള്ള കമ്മിറ്റി. അപ്പോൾ ആ കമ്മിറ്റികളെ ചലിപ്പിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും യോഗം ചേർന്നു. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ആദ്യ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടി ആദ്യ ഫണ്ട് സ്വരൂപണം കഴിഞ്ഞു ആദ്യ മാസം. പിന്നീട് നമുക്ക് ഒരു തുളസി വലിയൊരു പ്രാധാന്യമാണ് നമ്മുടെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്. പൂമാല ഇടാനും പൂക്കൾ ഭഗവാൻ അർപ്പിക്കാനും ഒക്കെ. അപ്പം അതിൻ്റെ ഒരു തുളസീവനം പരിപാടി നടന്നു കഴിഞ്ഞു. പിന്നീട് അത് IG ആണ്, നാളെ റിട്ടയർഡ് മധുസൂദനൻ IG ആണത് നിർവഹിച്ചത്. പിന്നീട് നമ്മൾ മാതൃ സംഗമം കഴിഞ്ഞു. അത് നമ്മുടെ റിട്ടയർഡ് ജില്ലാ കളക്ടർ ശ്രീ ജയശ്രീ മാഡമാണ് അത് ചെയ്തത്. അന്ന് ഭയങ്കര ആളായിരുന്നു. അന്നൊരു 600ഓളം ആൾക്കാർ പങ്കെടുത്ത വലിയൊരു യോഗമാണ്. അപ്പോൾ ആ യോഗത്തിൽ അമ്മമാർക്കെല്ലാം നിർദ്ദേശം കൊടുത്തു. ഇനി അമ്മമാരെല്ലാം അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചത്തെ പരിപാടിയിൽ നമുക്ക് അമ്മമാരെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരിതാണ്. കാരണം അമ്മമാരാണ് അതിൻ്റെ മുഖ്യ പങ്ക്. കാരണം ഇനിയിപ്പോൾ ഈ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഭക്ഷണ സാധനങ്ങളൊക്കെ മുറിക്കുവാനും അതുമാത്രമല്ല അതിനോടൊപ്പം സപ്ലൈ ചെയ്യാനും ഇവരെ ഓരോ ക്ഷേത്രത്തിൽ നിന്നും മാതൃസമിതിയോട് അവർ ചെയ്യാമെന്ന് ഏറ്റിട്ടാണ് അവർ പോയത്. അന്ന് അവരെ നല്ലൊരു അമ്മമാരാണ് ഏറ്റവും കൂടുതൽ അന്നത്തെ യോഗത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 2025 ഡിസംബർ മാസം 11 മുതൽ 18 വരെ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞവും അതുപോലെ തന്നെ 18, 19, 20 തീയതികളിൽ നടക്കുന്ന ക്ഷേത്ര മഹോത്സവവും നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിപുലമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കേണ്ടായി. കമ്മിറ്റി എന്ന് പറഞ്ഞതിന് ശേഷം അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ പ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തി പരമാവധി ഒരു 35ഓളം ക്ഷേത്രങ്ങളുടെ പ്രതിനിധികളും വന്ന് ചേർന്നിട്ടുള്ള ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരണം ഉണ്ടായത്. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി വെള്ളരിക്കുണ്ട് താലൂക്കിന് കീഴിലുള്ള പരമാവധി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ചിറ്റാരിക്കാൽ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് സപ്താഹം നടത്തുന്നതെങ്കിലും അതിനൊരു കുറവും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം സപ്താഹം നടത്തി ഒത്തിരി അറിവുള്ള ആൾക്കാരാണ്. അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ചിറ്റാരിക്കാലിൽ സപ്താഹം നടത്തുന്നത്. എങ്കിലും സപ്താഹത്തിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടും സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചിറ്റാക്കാൽ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി, മാതൃസമിതി അംഗങ്ങൾ ഇവരൊക്കെ വളരെ നല്ല ഊർജ്ജസ്വലമായിട്ട് നമ്മളോട് കൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി
ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ഈ കാര്യങ്ങൾ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതിവിടെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ് മാതൃസമിതിയുടെ സപ്പോർട്ടും സഹകരണവും ശ്ലാഘനീയമായിട്ടുള്ള അഭിപ്രായത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ വർക്കുകൾ നടക്കാണ്ട്, മെയിൻ്റെനൻസ് വർക്കും മറ്റു കാര്യങ്ങളെല്ലാം നടന്ന് പൂർത്തീകരിച്ചു. ഇനി വേണ്ടത് നമുക്ക് സപ്താഹം ദിവസം അടുത്തു 11-ാം തീയതി തുടങ്ങേണ്ടതാണ്. അന്ന് 3 മണിയോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് നമ്മൾ സപ്താഹം ആരംഭിക്കുന്നത്. 3 മണി കോയിലോം പരിസരത്ത് വെച്ചിട്ട് നമ്മൾ തുടങ്ങുകയും ടൗൺ ചുറ്റി പ്രദക്ഷിണം വെച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയാണ്. അതിനുശേഷമാണ് നമുക്ക് മാങ്കുളം തിരുമേനിയുടെ സ്വീകരണ ചടങ്ങ് വെക്കുന്നത്. അതേ തുടർന്ന് സപ്താഹം നീളുകയും ബാക്കി കാര്യങ്ങളെല്ലാം തുടർന്ന് നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് കൂടുതൽ പറയുന്നത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവിധ ആൾക്കാരുടെയും സപ്പോർട്ട്, ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും സപ്പോർട്ട് എല്ലാ വർഷങ്ങളും ഈ ക്ഷേത്രത്തിന് കിട്ടുന്നുണ്ട്. അത് ഈ വർഷവും നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതെല്ലാം ഉണ്ടാവണം. പിന്നെ ഈ 10 ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും ഉച്ചഭക്ഷണം കൊടുത്ത് അന്നദാനത്തിൻ്റെ ചടങ്ങിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടും ക്ഷേത്രോത്സവത്തിനും നമ്മുടെ ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്കും എല്ലാ ജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തി. കിഴക്കൻകാവ് കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുന്നത്. ഇത് നടത്തി പരിചയമില്ലാത്തതുകൊണ്ട് ഈ പ്രദേശത്തുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളെ രക്ഷാധികാരികളായി എടുത്തുകൊണ്ടാണ് സംഘാടക സമിതി രൂപീകൃതമായത്. അതോടൊപ്പം തന്നെ 5 കിലോമീറ്റർ ചുറ്റളവ് നമ്മൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രദേശത്തുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയത്. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത് ഇവരുടെയൊക്കെ പിന്തുണ നമുക്കുണ്ട്. എല്ലാ സപ്താഹത്തിലും ആണുങ്ങളായിരിക്കും സംഘാടക സമിതി ചെയർമാന്മാരാകുക. നമ്മൾ പരപ്പ ബ്ലോക്കിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മീനാക്ഷി ബാലകൃഷ്ണനെയാണ് ഇതിൻ്റെ ചെയർമാനാക്കിയത്. അതുപോലെ തന്നെയാണ് മാതൃസംഘം ഉദ്ഘാടനം ചെയ്തത് ജയശ്രീ AS മാഡമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഏറ്റവും സ്ത്രീ സംഗമം മാതൃസംഘം എല്ലാവിധ സപ്പോർട്ടും നമുക്കുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1000 പേരോളം ഒരു ദിവസം ഭക്ഷണം കഴിക്കാനുണ്ടാകുന്നതാണ് നമുക്ക് കരുതൽ. അതിനുവേണ്ടി കരുതൽ നമ്മൾ നടത്തുന്നുണ്ട്. 10 ദിവസമുണ്ട്. ഉത്സവത്തോടനുബന്ധിച്ചാണെങ്കിൽ ലാസ്റ്റ് ദിവസം 2000 പേര് ഉണ്ടാകാറുണ്ട്. അതും ഈ വർഷം പ്രതീക്ഷിക്കുന്നു. എല്ലാ ജനങ്ങളുടെയും നല്ല സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വളരെ ഭംഗിയായി നടത്താൻ സർവീസിൽ എല്ലാവിധ കടാക്ഷം ഉണ്ടാകും എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC, നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.